ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് ഉത്സവ കാഴ്ചകൾ കണ്ടാലോ? മനോഹരമായ കുറച്ച് എന്താ പറയുക, കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇത്. ചോളമാണ് കേട്ടോ, അത് ചോളം. പിന്നെ എന്തിൻ്റെയോ മുളയുടെ എന്തോ അതൊരു വേരാണെന്ന് തോന്നുന്നു. പിന്നെ അത് ധാരാളം കളിപ്പാട്ടങ്ങളില്ലാതെ എന്തൊരു ഉത്സവമല്ലേ. ഞങ്ങൾ ചുമ്മാ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ച് അത്യാവശ്യമുള്ളതെല്ലാം എടുത്ത്. എനിക്കാണെങ്കിൽ ചമ്മലാണ്, നമ്മളൊരു സാധനം വാങ്ങിക്കാതെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണത്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എടുത്താൽ നല്ല അടിപൊളി ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുന്നവർക്ക് നല്ല സെറ്റ് കമ്മലൊക്കെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ജിമിക്കിയുടെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ഇതായിരിക്കും. എനിക്ക് ഒരുപാട് കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇത് പിന്നെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ വാങ്ങിയില്ല. ഇത് ഒരു സ്പെഷ്യൽ കോഴിക്കുഞ്ഞാണ് കേട്ടോ, കോഴിക്കുഞ്ഞിൻ്റെ വാവ. പിന്നെ നമുക്ക് ടി വിയുടെ മുകളിൽ പിന്നെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പൊന്നുകൂട്ടന് പൊന്നുവിന് ചെവിയിൽ വെക്കാനായിട്ടൊരു സംഭവം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഈ കൊമ്പ് പോലെയുള്ളത് ഇതാ കണ്ടോ, അത് തലയിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കൊമ്പ് പോലത്തെ അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അതെന്തായാലും ഞാൻ പിന്നെ അങ്ങ് വാങ്ങിക്കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് അതങ്ങ് വാങ്ങിക്കൊടുത്ത് സമാധാനപ്പെടുത്തി. പിന്നെ നല്ല ഭംഗിയുള്ള കൊച്ചു മൺപാത്രങ്ങളുടെ വർക്കുകൾ, ഭരണികൾ, നല്ല ഭംഗി. പിന്നെ വിഷുവൊക്കെ അല്ലേ വരുന്നത്, കൃഷ്ണൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് വിഗ്രഹം, അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. അപ്പോൾ അവിടെ ഭരണിയൊക്കെ ഓരോരുത്തരൊക്കെ വാങ്ങുന്നുണ്ട്. ലാസ്റ്റ് ഉത്സവമാണ്, അതുകൊണ്ട് വില വീശിയൊക്കെ അങ്ങോട്ട് വാങ്ങുക ഓരോരുത്തർ. കോഴിക്കുഞ്ഞ് ഇവിടുത്തെ മെയിൻ താരമാണ്. പിന്നെ കുങ്കുമം, ഞാനിത് എവിടെ പോയാലും ഞാൻ കുങ്കുമം വാങ്ങിക്കാതെ വീട്ടിൽ പോകത്തില്ല. അതുകൊണ്ടൊരു ചെപ്പ് കുങ്കുമം വാങ്ങി. അത് ചുവപ്പ് വാങ്ങത്തില്ല കേട്ടോ, കട്ട ചുവപ്പല്ല, ബ്രൗണിഷ് ചുവപ്പ്, അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ വീണ്ടും നല്ല പൂവുകൾ. ഇതൊരു 5 എണ്ണമൊക്കെ അങ്ങോട്ട് നിരത്തി ആ ഷോക്കേസിലോട്ട് അങ്ങ് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പല നിറത്തിലൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അതവിടെ ഒരു മോതിരത്തിൽ ഇങ്ങനെ പേരെഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോതിരം അതിൽ നമ്മൾ പറയുമ്പോൾ ആ ചേട്ടൻ പേരെഴുതി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കട, അങ്ങനെ ഒരുപാട് വെറൈറ്റി കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും താരതമ്യേന കഴിഞ്ഞ വർഷം ഇതിനേക്കാളും കടകൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കടകൾ കുറവ്. പിന്നെ അതായത് നമ്മുടെ മധുരപലഹാരങ്ങൾ, മുട്ടാസ് പലഹാരം എന്നൊക്കെ പറയും കേട്ടോ ഇവിടുത്തെ ഒരു ഭാഷയിൽ. മുട്ടാസ് പലഹാരങ്ങൾ അതിങ്ങനെ ഒന്നിച്ച് വാങ്ങുകയെന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ ഇട്ട് തരും കേട്ടോ. വീണ്ടും കുങ്കുമം, പിന്നെ ഈ ബോട്ട്, അതൊക്കെ കുറച്ച് പേരൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കണ ബലൂണ്, പിന്നെ ഈ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ എന്താ പറയുക, ജമന്തി ആണെന്ന് തോന്നുന്നു, ജമന്തി, മുല്ല, അതിൻ്റെയൊക്കെ വേര് പിടിപ്പിച്ച ചെടികൾ അതുണ്ടായിരുന്നു. പിന്നെ കൊച്ചു കച്ചവടക്കാരൊക്കെ ബലൂണൊക്കെ നേരത്തെ വാങ്ങി പൊട്ടിച്ചായിരുന്നു പൊന്നുകൂട്ടൻ. അതുകൊണ്ട് പിന്നെ അതൊന്നും വേണമെന്ന് പറഞ്ഞില്ല. എൻ്റെ കൂടെയാണ് പർച്ചേസിങ്ങിന് നടക്കണത്, അറിയാമല്ലോ പിന്നെ അവസ്ഥ. അവൾ എന്നെ കൊണ്ട് എന്തൊക്കെ വാങ്ങിപ്പിക്കുമെന്നറിയോ. പിന്നെ ആ തലയിൽ വെക്കുന്നത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ സമാധാനപ്പെടുത്താൻ അങ്ങനെ നടക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ പിടിച്ച് എന്നിട്ട് ഇത്തിരി നേരത്തേക്ക് തന്നെ കാണും. അങ്ങനെ പോയി ഇത് ലൈറ്റ്, ഇതൊക്കെ ടി വിയുടെ മുകളിൽ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ലൈറ്റിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ, കുട, അതുപോലെ തന്നെ കുട കണ്ടോ. ഈ കുടയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. വീണ്ടും കുങ്കുമം ഫ്രണ്ട്സ്, വീണ്ടും കുങ്കുമം, നിറയെ കുങ്കുമമുണ്ട്. ആ ചെപ്പ് കാണുമ്പോൾ തന്നെ കുങ്കുമം വാങ്ങാൻ തുടങ്ങും. വീണ്ടും കോഴികൾ. അങ്ങനെ നമ്മുടെ ഉത്സവം മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും, പൊങ്കാല, നേർച്ചത്തൂക്കം, അതുപോലെ തന്നെ ഇപ്രാവശ്യം ആദ്യമായിട്ട് പറഞ്ഞേറ്റ്, നിലത്തിൽ പോര്, അങ്ങനെ ബഹുവിശേഷമായിരുന്നു കേട്ടോ. നല്ല മംഗളമായിട്ട് നമ്മുടെ ഉത്സവമൊക്കെ നടന്നു. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. എല്ലാത്തിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. അപ്പോൾ എല്ലാ വീഡിയോ ഒക്കെ എടുത്തെടുത്തെടുത്ത് അങ്ങനെ പോവുകയാണ്. വീണ്ടും മോതിരമാണ് കേട്ടോ. ഇതൊക്കെ മോതിരത്തിൻ്റെതാണ്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ്, ഹെയർ ബാൻഡുകളുടെ തന്നെ ഒരു കളക്ഷൻ. പിന്നെ പൊന്നുവിനൊരു വള വാങ്ങാനായിട്ട് നോക്കുമായിരുന്നു. ഞാൻ എടുത്തു കൊടുക്കണ വളയൊന്നും പൊന്നുവിന് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒരു കണക്കിനൊരു
എന്താ പറയുക, ഒരു മെറ്റലിൻ്റെ വള സെലക്ട് ചെയ്തു കേട്ടോ. അവൾക്ക് അതൊന്നും വേണ്ട, ഞാനെടുത്ത് കൊടുക്കണമെന്നും വേണ്ടാന്ന് പറയും. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, അത്ര വളക്കടകൾ കുറവ് കേട്ടോ. വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, വളക്കടകൾ കുറവ്. അപ്പോൾ അതൊക്കെ അവർ എടുത്തു വെച്ചു. ചെരുപ്പ് വേണ്ടവർക്ക് ചെരുപ്പ് വാങ്ങാം. അപ്പോൾ അങ്ങനെ ഉത്സവം അടിപൊളിയായി നടന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.